തീർച്ചയായിട്ടും നീറ്റ് എഴുതി 20 ലക്ഷം പേര് നോക്കണം. അപ്പോൾ എന്തെങ്കിലും നമ്മളുടെ ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നത്. അപ്പോൾ പിന്നെ ആൻസർ വന്നു കഴിയുമ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ ആൻസർ ചെക്ക് ചെയ്തിട്ടില്ല, എൻ്റെ OMR ഇതല്ല, അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാന കാര്യം. ഓരോ വിദ്യാർത്ഥിയും 1 മുതൽ 180 വരെ ഏതൊക്കെയാണ് ബബിൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ പേജിൽ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത് വേണം നമുക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ 79ാമത്തെ എഴുതിയിരുന്നു, മാർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മാർക്ക് ചെയ്തത് സ്കാൻ ചെയ്തിട്ട് റീഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനാണ് ആദ്യത്തെ അവസരം. ഇതിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഒന്നുകിൽ NCERTയിൽ നിന്ന് പുറത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ NCERTയിൽ മറ്റൊരു ആൻസറാണ്. അങ്ങനെ പല ആൻസറിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതും ആ അവസാനത്തെ അരമണിക്കൂറിൽ അവരെന്തൊക്കെയാണ് മാർക്ക് ചെയ്തതെന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് യഥാർത്ഥത്തിൽ നീറ്റ് 2025 എത്രയാണ് സ്കോർ കിട്ടുന്നതെന്ന് വ്യക്തമായിട്ട് നാളെയോ മറ്റന്നാളോ കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും. കോടതികളിൽ മധ്യപ്രദേശിലും മദ്രാസ് ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ചുള്ള കേസുകൾ കിടപ്പുണ്ട്. NTA എന്താണ് അതിന് മറുപടി പറയുന്നതനുസരിച്ച് തന്നെയായിരിക്കും ഇതിൻ്റെ റിസൾട്ടിലൊക്കെ വരാനുള്ള സാധ്യത. UG എന്ന് പറയുന്നത്, അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയധികം പൈസ കൊടുത്ത് പോകേണ്ട ഒരു പ്രോഗ്രാം അല്ല. ഇതൊരു ഗവൺമെൻറ് MBBS നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും. ഡോക്ടർ എന്നുള്ള ആ മേഖല തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ BDS എടുക്കണം. കാരണം ഇപ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം കഴിഞ്ഞിരിക്കുന്നു, CUET കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ ഉയർന്ന പെർസെൻറ്റേജ് സ്കോറുകളാണ്. ഈ പറഞ്ഞതുപോലെ തന്നെ നീറ്റിൻ്റെ എല്ലാ സാധ്യതകളും, CUETയുടെ എല്ലാ സാധ്യതകളും, കേരള എഞ്ചിനീയറിങ്, ISER, NICER, എയിംസ് BSc നഴ്സിംഗ്, CUET, അങ്ങനെ എല്ലാ സാധ്യതകളും പരിഗണിക്കാം. അങ്ങനെ പല പ്ലാനുകളുണ്ട് എന്ന് വിചാരിച്ച് ഒരാൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? തടസ്സമല്ല. അപ്പോൾ ബ്രില്യൻറ്റിലാണെങ്കിൽ അവർക്ക് സാമ്പത്തികം പോലും തടസ്സമല്ല. അത്രയധികം സ്കോളർഷിപ്പുകളും സ്കീമുകളും നമുക്കുണ്ട്. അപ്പം ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് തോന്നുക, വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ പറയുന്ന 1 വർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കണം. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 147ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. സർ, തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നത് നീറ്റിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻസ് ആണ്. തീർച്ചയായിട്ടും എല്ലാവരും വെബ്സൈറ്റിൽ റെഗുലറായിട്ട് ചെക്ക് ചെയ്യുന്നത് അത് തന്നെയാണ്. അതെ. അപ്പോൾ സാർ, ഇനി നമുക്ക് ഇന്ന് പറഞ്ഞു തുടങ്ങാം, ഇനി വരാനിരിക്കുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് നീറ്റുമായി? തീർച്ചയായിട്ടും നമ്മൾ വിദ്യാർത്ഥികൾക്കെല്ലാം അറിയാം, വിദ്യാർത്ഥികൾ എഴുതിയ OMR ഷീറ്റും അതിൻ്റെ റെസ്പോൺസും ഒഫീഷ്യൽ ആൻസർ കീയുമാണ് വരാനായിട്ടുള്ളത്. ഇന്ന് ജൂൺ 1-ാം തീയതി അല്ല നാളെ ജൂൺ 2-ാം തീയതി ആയിരിക്കും. 28-ാം തീയതി 29-ാം തീയതി ആയിരുന്നു വരേണ്ടിയിരുന്നത്. ഇന്ന് 1-ാം തീയതി അല്ല 2-ാം തീയതി വൈകുന്നേരമൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ വരുന്നത് വിദ്യാർത്ഥികളുടെ പ്രൊഫൈലിൽ neet.nta.nic.in എന്ന വെബ്സൈറ്റിൽ അവരുടെ പ്രൊഫൈലിൽ വിദ്യാർത്ഥികൾ എഴുതിയ OMR ഷീറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ റെസ്പോൺസ്, ഒഫീഷ്യൽ ആൻസർ കീ എന്നിവയാണ് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്നത്. സാർ, ഇപ്പോൾ എല്ലാവരും ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ? അതിൻ്റെ ഒരു പ്രാധാന്യം എത്രത്തോളമാണ്? തീർച്ചയായിട്ടും നീറ്റ് എഴുതി 20 ലക്ഷം പേര് നോക്കണം. ഒന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് തന്നെയാണ്. ഏറ്റവും പ്രധാന കാര്യം, റിസൾട്ട് വന്നു കഴിയുമ്പം പല വിദ്യാർത്ഥികളും പറയും, ഞാൻ 140 എണ്ണം എഴുതിയിരുന്നു, അല്ലെ 110 എണ്ണം എഴുതിയിരുന്നു, അല്ലെ 80 എണ്ണം എഴുതിയിരുന്നു, എൻ്റെ മാർക്ക് ഇത്രയല്ല എനിക്ക് കിട്ടേണ്ടിയിരുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് പലരും പറയും. അങ്ങനെ പറയുന്നത് ഒഴിവാക്കാനായിട്ടാണ് റിസൾട്ടിന് മുമ്പ് തന്നെ OMR ഷീറ്റും ഒഫീഷ്യൽ ആൻസർ കീയും പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മളുടെ ആൻസർ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കൊരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമുക്കത് വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തരുന്നത്. അപ്പോൾ പിന്നെ ആൻസർ വന്നു കഴിയുമ്പോൾ റിസൾട്ട് വന്നതിന് ശേഷം എൻ്റെ ആൻസർ ചെക്ക് ചെയ്തിട്ടില്ല, എൻ്റെ OMR ഇതല്ല, അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യവും ഉണ്ടാവില്ല. അതാണ് ഏറ്റവും പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, പലരും റോൾ നമ്പർ എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലോട്ട് കോഡ് എഴുതിയപ്പോൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആശങ്കയുണ്ട്. ഇനി അതുപോലെ തന്നെ ബയോമെട്രിക് തന്നെ ക്ലാസ്സിൽ എടുക്കാത്തവരുടെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്, തങ്ങളുടെ OMR സ്കാൻ ചെയ്ത് കാണുമോ, നിങ്ങൾക്ക് നമ്മുടെ റിസൾട്ട് വരുമോ എന്നുള്ളത്. അതിൻ്റെയൊക്കെ ഒരു പരിഹാരമാണ് അവനവൻ്റെ പ്രൊഫൈലിൽ അവനവൻ്റെ OMRും അത് കൃത്യമായിട്ടും അതാത് ടെക്സ്റ്റ് ബുക്കിലെ കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിരിക്കുന്നതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവും, നമുക്ക് യാതൊരു കുഴപ്പവുമില്ല, റിസൾട്ട് കൃത്യമായിട്ട് നമ്മളുടെ എഴുതിയ ആൻസറിനനുസരിച്ച് വരുമെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 1 മുതൽ 180 എണ്ണത്തിനകത്ത് ബബിൾ ചെയ്തിരിക്കുന്നതിനകത്ത് പലരും മറ്റുള്ള ആൻസറുകളിൽ, ഇപ്പം നമ്മൾ 4 ചോയ്സ് ഉള്ളതിൽ മറ്റുള്ള ചോയ്സുകളിലൊക്കെ ചിലപ്പം ചെറിയ മാർക്കുകളൊക്കെ ചെയ്ത് കാണും.
അല്ലെങ്കിൽ 180 അവർ OMR സ്കാൻ ചെയ്യുമ്പോൾ ചിലതൊന്നും സ്കാൻ ചെയ്ത് കാണില്ല. അങ്ങനെ പലതും ചിലപ്പോൾ കംപ്ലൈൻറ്റുകൾ വന്നിട്ടില്ല, വരാവുന്നതാണ്. പക്ഷെ അങ്ങനെ വരുന്നില്ല. അതുകൊണ്ട് തന്നെ OMR ഷീറ്റ് ആദ്യം കാണിക്കും. തൊട്ടടുത്ത പേജിൽ നമ്മൾ എഴുതിയ 1 മുതൽ 180 വരെയുള്ള നമ്മൾ ഏതൊക്കെയാണോ ആൻസർ മാർക്ക് ചെയ്തത്, ഒഫീഷ്യൽ ആൻസർ കീ അല്ല, നമ്മൾ എഴുതിയ ഓരോ വിദ്യാർത്ഥിയും 1 മുതൽ 180 വരെ ഏതൊക്കെയാണ് ബബിൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് രണ്ടാമത്തെ പേജിൽ നമുക്ക് കാണിച്ചു തരും. ഒന്നാമത്തെ പേജിൽ നമ്മുടെ OMR നമ്മൾ ബബിൾ ചെയ്തിരിക്കുന്ന അതേ ഫോട്ടോ കോപ്പി അല്ല അതേ ഇമേജ്. രണ്ടാമത്തെ പേജിൽ 1 മുതൽ 180 വരുന്നതിന് നമുക്ക് എത്ര എണ്ണം എഴുതി, അതിൽ നമ്മൾ ഏതൊക്കെയാണ് ആൻസറായിട്ട് ബബിൾ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണിച്ചു തരും. അവിടെ നമുക്ക് എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ പറയാം. നമ്മൾ 4 എണ്ണം കൂടെ സ്കാൻ ചെയ്യാനുണ്ടായിരുന്നു, 180 എണ്ണത്തിനകത്ത് നമ്മൾ 110 എണ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ റെസ്പോൺസ് റീഡ് ചെയ്തിരിക്കുന്നതിനകത്ത് 108 എണ്ണേ ഉള്ളൂ, അല്ലെ 106 എണ്ണേ ഉള്ളൂ. അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. നമ്മൾ എഴുതിയിരിക്കുന്ന എല്ലാം റീഡ് ചെയ്തു എന്നുള്ളത് ആൻസർ ആണോ എന്നുള്ളതല്ല, നമ്മൾ ബബിൾ ചെയ്തിരിക്കുന്നതെല്ലാം റീഡ് ചെയ്തു എന്നുള്ളത് ഉറപ്പ് വരുത്താനുള്ളതാണ് ആദ്യത്തേത്. OMR ഷീറ്റും അതിൻ്റെ റെസ്പോൺസും അതിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. നമ്മളിപ്പോൾ ഒന്നാമത്തത് നമ്മൾ മാർക്ക് ചെയ്തിരുന്നു, 4 എന്നുള്ള ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലപ്പോൾ അത് ബബിൾ ഇപ്പം മൊത്തം പൂർത്തിയായി കാണില്ല, അല്ലെ ബബിളിന് വെളിയിലോട്ട് അല്പം പോയതുകൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ അത് സ്കാൻ ചെയ്ത് കാണില്ലായിരിക്കും. അപ്പോൾ നമ്മൾ റെസ്പോൺസ് നോക്കുമ്പോൾ 1 നേരെ നമുക്ക് 1 മാർക്കും ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സെലക്ട് ചെയ്തിട്ട് 1 മുതൽ 180 വരെ ടിക്ക് ചെയ്യാനുള്ള കോളമുണ്ട്, ആ ആദ്യത്തെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് 200 രൂപ അടച്ച് ക്ലെയിം ചെയ്യാം. ഞാനിത് മാർക്ക് ചെയ്തിരുന്നു, ഇതൊന്നും കൂടെ സ്കാൻ ചെയ്യണം. അതുപോലെ തന്നെ ഇനി 50-ാമത്തത് ചിലപ്പോൾ നമ്മൾ 2 എന്നായിരിക്കും മാർക്ക് ചെയ്തിരിക്കുന്നത്, ഇവരത് 3 എന്നായിരിക്കും ചിലപ്പോൾ ഇവരത് സ്കാൻ ചെയ്യുക. അങ്ങനെയൊന്നും വരില്ല. അങ്ങനെ വരാനുള്ള കംപ്ലൈൻറ്റുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണിത്. അപ്പോൾ അത് വേണം നമുക്ക് ക്ലെയിം ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ 79-ാമത്തെ എഴുതിയിരുന്നു, മാർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ മാർക്ക് ചെയ്തത് സ്കാൻ ചെയ്തിട്ട് റീഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ ക്ലെയിം ചെയ്യാനാണ് ആദ്യത്തെ അവസരം. പിന്നെ ഒരു അവസരം ഒഫീഷ്യൽ ആൻസർ കീ, 1 മുതൽ 180 എണ്ണത്തിൻ്റെ ആൻസർ ഉണ്ട് അതിനകത്ത്. ഇതിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. ഒന്നുകിൽ NCERTയിൽ നിന്ന് പുറത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ NCERTയിൽ മറ്റൊരു ആൻസറാണ്. അങ്ങനെ പല ആൻസറിൽ നമുക്ക് ക്ലെയിം ചെയ്യാം. അതിനും ഏതൊക്കെയാണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് 50-ാമത്തിനകത്ത് നമുക്ക് മാറ്റമുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് 200 രൂപ അടയ്ക്കാം. അങ്ങനെ നമുക്ക് 3-4 എണ്ണം ഉണ്ടെങ്കിൽ ആ 3-4 സെലക്ട് ചെയ്തിട്ട് 4 എണ്ണമാണെങ്കിൽ 800 രൂപ ഒരുമിച്ച് അടയ്ക്കാം. അങ്ങനെ ഒഫീഷ്യൽ NTA പറഞ്ഞിരിക്കുന്ന ആൻസർ കീയിലും നമുക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാം. എന്നിട്ട് അതിന് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള PDF അത് ഒരിടത്തെ അപ്ലോഡ് ചെയ്യാനുള്ളൂ. ഇപ്പം നമ്മൾ 4 എണ്ണം മാർക്ക് ചെയ്താലും നമുക്ക് ഒറ്റ PDF അപ്ലോഡ് ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ. 10 എണ്ണം ഈ ആൻസറിനകത്ത് നമ്മൾ ക്ലെയിം പറഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാൻ ഒറ്റ PDF ഫയൽ അപ്ലോഡ് ചെയ്യാനേ പറ്റുള്ളൂ. അതെല്ലാം കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യണം. NCERTയുടെ പേജുകളോ അല്ലെ നമുക്ക് തന്നെ സൊല്യൂഷൻ എഴുതിയോ അല്ലെ പ്രൊഫസർമാരെ കൊണ്ട് അത് വ്യക്തമായിട്ട് അതിൻ്റെ സൊല്യൂഷൻ എഴുതിയോ ഒക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. അങ്ങനെ അവനവൻ എഴുതിയ OMR ഷീറ്റും അതിൻ്റെ റെസ്പോൺസും ക്ലെയിം ചെയ്യാനായിട്ട് വരുന്നു. ഒഫീഷ്യൽ ആൻസർ കീ NTA പബ്ലിഷ് ചെയ്യുന്ന വരാൻ പോകുന്നു. ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ഈ പ്രാവശ്യത്തെ പ്രത്യേകത എന്താ, 2025 വളരെ ടഫായതുകൊണ്ട് സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും ഒന്നും കുട്ടികൾക്ക് എഴുതാൻ അത്ര സമയം കിട്ടിയിട്ടില്ല. അതും ആ അവസാനത്തെ അരമണിക്കൂറിൽ അവരെന്തൊക്കെയാണ് മാർക്ക് ചെയ്തതെന്ന് പോലും കൃത്യമായിട്ട് നമുക്ക് കുട്ടികൾ ഓർത്തിരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ മാർക്ക് ചെയ്ത് യഥാർത്ഥത്തിൽ നീറ്റ് 2025 എത്രയാണ് സ്കോർ കിട്ടുന്നതെന്ന് വ്യക്തമായിട്ട് നാളെയോ മറ്റന്നാളോ കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതാണ് ഇനി ഏറ്റവും പുതിയതായിട്ട് NEET.NTA.NIC.in എന്ന വെബ്സൈറ്റിൽ വരാനുള്ള പ്രത്യേകത. സാർ അതുപോലെ ക്ലെയിം ചെയ്യേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് സാർ ഈ ഒഫീഷ്യൽ ആൻസർ കീ ക്ലെയിം ചെയ്യാം നമുക്ക് വേണമെങ്കിൽ. അതെ. അപ്പോൾ ഈ ഒരു ക്ലെയിം ചെയ്യുമ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുക ഈ ക്ലെയിം ചെയ്യുന്നവർക്ക് മാത്രമാണോ, അതത് കോമൺ ആയിട്ട് നമ്മുടെ 20 ലക്ഷം വിദ്യാർത്ഥികളിലേക്കും? അത് കോമൺ ആണ്. 20 ലക്ഷം വിദ്യാർത്ഥികൾക്കും അത് പരീക്ഷ എഴുതിയവർക്കും അറ്റൻഡ് ചെയ്തവർക്കും അറ്റൻഡ് ചെയ്യാത്തവർക്കും ഒക്കെ ബാധകമാണ്. ഇപ്പം 14-ാമത്തെ ആൻസർ മാറ്റിയിട്ടുണ്ടെങ്കിൽ കോമൺ ആയിട്ട് 14-ന്റെ ആൻസർ മാറിയിട്ട് എല്ലാവർക്കും അത് സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇത് ചെയ്തവർക്ക് മാത്രമല്ല, ആൻസർ കീ ക്ലെയിം ചെയ്തവർക്ക് മാത്രമല്ല എൻ്റെ ബെനിഫിറ്റ്, എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും ആരെങ്കിലുമൊക്കെ ചെയ്തോളൂല്ലോ, പിന്നെ നമ്മളെന്തിനാ വെറുതെ പൈസ കളയുന്നതെന്ന് തോന്നും. അങ്ങനെയല്ല, നമുക്കിത് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലേ. അതുകൊണ്ട് കറക്ഷൻ എന്ന് തോന്നുന്നതെല്ലാം നമ്മൾ ക്ലെയിം ചെയ്യണം. NCERTയുടെ ഔട്ട് ഓഫ് സിലബസ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്യണം. ചോദ്യത്തിനകത്ത് വ്യക്തത ഇല്ലെന്നുണ്ടെങ്കിൽ ചെയ്യണം. ഉറപ്പായിട്ടും ഒരു 3-4 കീക്കകത്ത് NTA ഇങ്ങനെ നടത്തുന്ന പരീക്ഷയിൽ മാറ്റങ്ങൾ പറയാറുണ്ട്. അത് നമ്മളുടേതാണ് ശരിയെങ്കിൽ
നമ്മൾ OMR ശരിക്കുന്നതാണ് ശരി, നമുക്കത് ഉറപ്പുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് എല്ലാവരും ക്ലെയിം ചെയ്യണം. ക്ലെയിം ചെയ്യുന്നവർക്ക് ഒരു അപകടവും ഇല്ല, നമ്മുടെ മാർക്ക് കുറയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പം നമുക്ക് ഒരു 5 മാർക്കെങ്കിലും കൂടുതൽ കിട്ടിയ ഈ വർഷം അത്രയധികം പ്രയോജനം കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത ആൻസർ അല്ല NTA ഒഫീഷ്യലായിട്ട് ആൻസർ കീ എന്ന് പറയുന്നതെങ്കിൽ അതിന് നമുക്ക് വ്യക്തമായിട്ടൊരു ന്യായീകരണം പറയാനുണ്ടെങ്കിൽ NCERTയുടെ ബുക്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെയ്യണം. അങ്ങനെ ചെയ്താൽ കൂടുതൽ ആൾക്കാർ ഒരേ ഉത്തരം പറയുമ്പം തീർച്ചയായിട്ടും അവർ ശ്രദ്ധിക്കുമല്ലോ. അങ്ങനെ ശ്രദ്ധിച്ചിട്ട് അതിന് അവരുടെ ഒരു ഗവേണിംഗ് ബോഡിയുണ്ട്. ആ ഗവേണിംഗ് ബോഡി നോക്കിയിട്ടാണ് അതിന് കറക്റ്റായിട്ട് ആൻസർ മാറ്റണോ പുതിയ ആൻസർ കൊടുക്കണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത്. അപ്പം മാർക്ക് ക്ലെയിം ചെയ്തവർ, പൈസ അടച്ചവർക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രയോജനം ലഭിക്കുമെങ്കിലും എല്ലാവരും ക്ലെയിം ചെയ്യുന്നതാണ്. മാറ്റം ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഒരു ആൻസർ മാറ്റമുണ്ട്, ഞാൻ എഴുതിയതാണ് ശരി, NCERTയിൽ ഇങ്ങനെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യണം. അവിടെ 200 രൂപ ഒരു വലിയ എമൗണ്ട് ആയിട്ട് നിങ്ങൾ ആരും കരുതരുത്. സാർ, ഇനിയും ഒരുപാട് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീ എന്ന് വരും, അതുപോലെ അവർ ഏറ്റവും പ്രധാനമായിട്ട് കാത്തിരിക്കുന്ന റിസൾട്ട് നമുക്ക് ജൂൺ 14 തന്നെ പ്രതീക്ഷിക്കാമോ? ഇത്തരത്തിലുള്ള ആശങ്കകൾക്കും നമുക്ക് ഇപ്പം കോടതികളിലും മധ്യപ്രദേശിലും മദ്രാസ് ഹൈക്കോടതിയിലും ഇത് സംബന്ധിച്ചുള്ള കേസുകൾ കിടപ്പുണ്ട്. NTA എന്താണ് അതിന് മറുപടി പറയുന്നതനുസരിച്ച് തന്നെയായിരിക്കും ഇതിൻ്റെ റിസൾട്ടിലൊക്കെ വരാനുള്ള സാധ്യത. എന്നാലും ഒത്തിരിയധികം താമസിക്കില്ല. തീർച്ചയായിട്ടും നമ്മൾ 14 തന്നെയാണ്, 13 വൈകുന്നേരമാണ് നമ്മൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും വരുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. കീയും ഈ ഒഫീഷ്യൽ ആൻസർ കീ വന്നിട്ട് അതിൻ്റെ കറക്ഷനോടുകൂടി ഫൈനൽ ആൻസർ കീയും അന്ന് തന്നെ പബ്ലിഷ് ചെയ്യും. എന്നാണ് റിസൾട്ട് വരുന്നത് അന്ന് തന്നെ ഫൈനൽ ആൻസർ കീയും പബ്ലിഷ് ചെയ്യും. മാറ്റമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അന്നറിയാം. ഇപ്പം ക്യാൻസൽ ചെയ്യാം. ആൻസർ തെറ്റിപ്പോയവരുടെ ആണ് ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ അവർക്കത് ബെനിഫിറ്റ് അല്ലേ. അപ്പം ആ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ലാസ്റ്റ് ഫൈനൽ ആൻസർക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ അറിയാം. ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടും. തെറ്റിപ്പോയതാണെന്നുണ്ടെങ്കിൽ ആ മാർക്കും കൂടെ കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് 13 14 ആയിട്ട് അറിയാനായിട്ട് സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കൂടുതൽ നടപടിക്രമങ്ങൾ താമസിക്കാനുള്ള സാധ്യത കാണുന്നില്ല. സാർ, ഇപ്പോൾ കുട്ടികളുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഒരു ചെറിയ ആശങ്കകളാണ്. അതായത് എങ്ങനെയായിരിക്കണം നമ്മൾ ഈ അലോട്ട്മെൻറ്റിനെ സമീപിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരു കുട്ടിക്ക് അദ്ദേഹത്തിന് നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടും. സെൽഫ് ഫിനാൻസിങ്ങിൽ തന്നെ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ആ കുട്ടിക്ക് നല്ലൊരു കോളേജ് സെൽഫ് ഫിനാൻസിങ്ങിലും കിട്ടും. അപ്പോൾ എങ്ങനെയായിരിക്കണം ആ കുട്ടി ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിനെ സമീപിക്കുക? തീർച്ചയായിട്ടും വലിയൊരു ചോദ്യം തന്നെയാണ്. ഇപ്പം കഴിഞ്ഞ വർഷത്തെയൊക്കെ ആണെങ്കിലും ധാരാളം കുട്ടികൾ നമ്മളുമായിട്ട് പങ്കുവച്ചതും അത് തന്നെയാണ്. ഇപ്പം ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എടുക്കണോ അതോ ഇവിടുത്തെ ഒരു സെൽഫ് ഫിനാൻസിങ് എടുക്കണോ? കാരണം അറിയാം ഫീസിൻ്റെ ഘടനയുള്ള വളരെ വലിയൊരു അന്തരം. കാരണം ഇവിടെ 25,000 രൂപ മാത്രം ഗവൺമെൻറ് ഫീസ് ഉള്ളപ്പം മറ്റുള്ള സ്റ്റേറ്റുകളിൽ 10,000 ഒക്കെ, ആന്ധ്ര തെലങ്കാന 10,000 രൂപയുള്ളൂ. കർണാടക 65,000 രൂപയുള്ളൂ ഗവൺമെൻറ് ഫീസിന്. തമിഴ്നാട്ടിൽ 18,000 രൂപയുള്ളൂ ഗവൺമെൻറ് MBBS സീറ്റിന്. ഇവിടെ 55 ലക്ഷം രൂപയാകും അവർ MBBS സെൽഫ് ഫിനാൻസിങ് കഴിയുമ്പോൾ. അപ്പോൾ എന്തിനാണെങ്കിലും പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും അവർക്കൊരു ഘടനയാണ്. ഫീസിനപ്പുറം എന്ത് ചെയ്യണമെന്നുള്ളത്. UG എന്ന് പറയുന്നത്, അണ്ടർ ഗ്രാജുവേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം അത്രയധികം പൈസ കൊടുത്ത് പോകേണ്ട ഒരു പ്രോഗ്രാം അല്ല. ഒരു ഗവൺമെൻറ് MBBS സീറ്റ് നമ്മുടെ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കണം എന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മളെല്ലാവരും. കാരണം ഒന്ന്, മലയാളികൾ എല്ലാ സ്റ്റേറ്റുകളിലും, തമിഴ്നാടാണെങ്കിലും കർണാടക ആണെങ്കിലും ആന്ധ്രയാണെങ്കിലും തെലുങ്കാന ആണെങ്കിലും UP ആണെങ്കിലും വെസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും ഏത് സ്റ്റേറ്റിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ മലയാളികളുണ്ട്. അവരൊന്നും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും കോളേജുകളെ കുറിച്ച് പറഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ഇവിടുത്തെ കോളേജുകൾ നമുക്ക് എത്ര പ്രിയപ്പെട്ടതാ അല്ലേ? നമ്മുടെ ഇവിടെ 12 കോളേജുള്ളൂ. ശരിയാണ്, കോളേജ് കുറവാണ്. നമുക്കിതെല്ലാം പ്രിയപ്പെട്ടതല്ല ഏത് സ്ഥലത്താണെങ്കിലും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് ഓരോ സംസ്ഥാനത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട കോളേജുകളാണ് ഗവൺമെൻറ് കോളേജുകൾ. അപ്പോൾ അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട സാഹചര്യമൊന്നുമില്ല. തീർച്ചയായിട്ടും MBBS ഒരു ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യമാണെങ്കിൽ ഗവൺമെൻറ് MBBS സീറ്റ് തന്നെ എടുക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ് നമ്മൾ. പിന്നെ നമുക്കറിയാം ഇപ്പോൾ MBBSന് നമുക്ക് ഇത്രയധികം പൈസ 10 ലക്ഷം അല്ലെ 9 ലക്ഷം രൂപ കൊടുത്തു പോകാൻ മാത്രം UG പ്രോഗ്രാമിനുണ്ടോ എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. അത് അവിടെ നിൽക്കട്ടെ, എന്താണെങ്കിലും സൊസൈറ്റി തന്നെ തീരുമാനിക്കട്ടെ. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം മറ്റു കുട്ടികൾ പറഞ്ഞതിനനുസരിച്ച് ഇപ്പം അറിയാം, നമ്മൾ 5.5 വർഷം നമ്മൾ വീടും കുടുംബത്തിൽ നിന്നൊക്കെ മാറി നിൽക്കണം. അപ്പോൾ അതെത്രത്തോളം അവർക്ക് ആരോഗ്യകരമാണ്. കാരണം ഓർത്ത് നോക്കൂ, ഹൈദരാബാദോ അല്ലെങ്കിൽ ആന്ധ്രയോ തെലുങ്കാനയിലോ ഒക്കെ ഒരു വളരെ റൂറലായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പം ഇവിടെ നിന്ന് അകന്നകന്ന് പോകുമ്പോൾ ആ മലയാളിക്ക് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എന്താണോ മനസ്സിൽ ഫീൽ ചെയ്യുന്നത് അത് അവരുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് അത് അവരുടെ കരിയറിന് നല്ലതാണ്.
വെളിയിലുള്ള ഒരു നല്ല കോളേജിൽ തീർച്ചയായിട്ടും പോയി നിൽക്കുന്നു, മറ്റൊരു ഭാഷ പഠിക്കുന്നു, മറ്റുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നു, വളരെ ഫീസ് കുറഞ്ഞ നിരക്കിൽ പഠിക്കുന്നു. കുട്ടിയെ സംബന്ധിച്ചോളം അത് ഏറ്റവും നല്ലത് തന്നെയാണ്. പക്ഷേ ഇത്ര വർഷം ഇവിടുന്ന് മാറി നിൽക്കുമ്പോൾ ആ കുട്ടിക്ക് അത് എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് വേണമെങ്കിൽ ആലോചിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഗവൺമെൻറ് MBBS സീറ്റ് തന്നെ എടുക്കണമെന്നുള്ള ഇത് തന്നെയാണ് നമ്മൾ. ഇവിടുത്തെ സെൽഫ് ഫിനാൻസിങ് മോശമായതുകൊണ്ടല്ല, വലിയ ഉയർന്ന ഫീസ് ആയതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് MBBS സീറ്റ് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട്, എല്ലായിടത്തും മലയാളികളുണ്ട്, എല്ലായിടത്തും ബ്രില്യൻറ്റിലെ കുട്ടികളുണ്ട്, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് കോളേജിലും കടന്നു ചെല്ലാം. ഒരു കോളേജിനെ കുറിച്ച് പോലും നാളിതുവരെ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കരിക്കുലത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് പോലും ഇതുവരെ നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ കോളേജിലും ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാ സ്റ്റേറ്റിലെ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും എടുത്തത്. അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ഒന്നും ഒരിടത്തും ഒരു ഇത് കേട്ടിട്ടില്ല. കാരണം ഒരു ആശുപത്രി എന്ന് പറയുന്നത് ഏതൊരു സംസ്ഥാനത്തെയും ഏതൊരു വ്യക്തിക്കും എപ്പോഴും വേണ്ടപ്പെട്ടതാണ് അല്ലേ. അവിടെ അപ്പോൾ ആരും ഒരു നെഗറ്റീവായിട്ട് അവിടെ ചെല്ലില്ല. അതുകൊണ്ട് ഏത് ഗവൺമെൻറ് കോളേജുകളാണെങ്കിലും ധൈര്യമായിട്ട് പോകാമെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. സാർ, ഇപ്പോൾ നമ്മുടെ മാർക്കുകൾ വരാനിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ ഒരു പക്ഷേ ഒരു കുട്ടിക്ക് അദ്ദേഹത്തിനൊരു MBBS ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ആ കുട്ടിക്ക് കേരളത്തിലോ ഓൾ ഇന്ത്യ കോട്ടയിലോ ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തൊരു കുട്ടി ഏത് രീതിയിൽ ചിന്തിക്കണം അല്ലേ? അതെ. അപ്പോൾ ആ ഒരു കുട്ടി സെൽഫ് ഫിനാൻസിങ്ങിലേക്ക് മാറി ചിന്തിക്കണോ, അതോ ഒരു വർഷം കൂടി ആ കുട്ടി റിപ്പീറ്റ് ചെയ്യാൻ സാറിൻ്റെ ഒരു മറ്റൊരു കോഴ്സുകൾക്ക് തിരഞ്ഞെടുക്കണോ എന്നൊക്കെ? തീർച്ചയായിട്ടും സാമ്പത്തികം തന്നെ ഒരു വലിയ ഇത് തന്നെയാണ്. കാരണം നമ്മളുടെ തന്നെ വീഡിയോകളിലാണെങ്കിലും കമൻറ്റ് ചെയ്തിരിക്കുന്നത് പല പേരൻസും, കാരണം ഫീസ് സ്ട്രക്ചർ നമുക്ക് ഇത്രയും അഫോർഡബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യാവുള്ളൂ. കാരണം MBBS എന്ന് പറയുന്ന ഒരു തുടർ പഠിക്കുന്ന ഒരു ഇതാണ്. MBBSഉം PGയും അതിനുശേഷം DMും ഒക്കെ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ കാലിൽ നിൽക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ നമുക്ക് MBBS എത്രത്തോളം പാഷനാണ് എന്നുള്ളതിനൊക്കെ അവിടെ ഒരു പ്രാധാന്യമുണ്ട്. ഒരു സ്വകാര്യ മേഖലയിലെ കോളേജിൽ നമുക്ക് ഏതാണ്ട് 9 ലക്ഷം രൂപയായിരിക്കും വാർഷിക ഫീസ്. 1.5 ലക്ഷം രൂപ 2 ലക്ഷത്തിനടുത്ത് അല്ലാതെ ചിലവും വരും നമുക്ക്. അപ്പോൾ ഇതിൽ അടുത്ത 5 വർഷത്തേക്കുള്ള ഫീസ് സ്ട്രക്ചറിൽ നമുക്ക് ഒരു പകുതിയെങ്കിലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ പകുതി ലോൺ എടുത്തു കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല. നമുക്കൊരു ആവറേജ് ഫാമിലി മുഴുവൻ ലോൺ എടുക്കാൻ പോകുമ്പോഴാണ് വലിയൊരു കടത്തിലേക്ക് അത് മാറുന്നത്. ഒരു പകുതി എമൗണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താം. നമുക്കിപ്പോൾ അത്രയധികം ഉപയോഗിക്കാത്തൊരു പ്രോപ്പർട്ടി ഉണ്ട്, അത് മാറ്റിയിട്ടാണെങ്കിലും നമുക്ക് സെൽഫ് ഫിനാൻസിങ്ങിൽ പോകാൻ പറ്റും. MBBS അത്ര പാഷനാണെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെയാണ് നല്ലത്. കാരണം ഒരു വർഷം കൂടെ ചെയ്ത് കഴിഞ്ഞാലും അടുത്ത വർഷവും നമുക്കറിയില്ല, ഇത് ഓരോ രീതിയിലല്ലേ ഓരോ പ്രാവശ്യം വരുന്നത്. അപ്പം അതവിടെ കിടന്നു, ആ പ്രോപ്പർട്ടി അവിടെ കിടന്നു എന്ന് വിചാരിച്ച് പ്രത്യേകിച്ച് നമുക്ക് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. അപ്പം അത് എത്രത്തോളം നമുക്ക് ആ കോഴ്സിനോട് താല്പര്യമുണ്ട്, എത്രത്തോളം നമുക്ക് പൈസ കടം മേടിക്കാതെ നമുക്ക് മുമ്പോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനാണ് അവിടെ പ്രാധാന്യം. കടം മേടിക്കാൻ പറ്റുന്നില്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും സെൽഫ് ഫിനാൻസിങ് എടുക്കാം, യാതൊരു കുഴപ്പവുമില്ല. അതിന് വേണ്ടിയിട്ട് ഒരു വർഷം മാറ്റി വെക്കണമെന്നില്ല. അല്ലെങ്കിൽ നമുക്കിത് ഒട്ടും പറ്റുന്നില്ല, കാരണം മുഴുവൻ നമുക്ക് കടമെടുക്കേണ്ടതാണെങ്കിൽ അത്രത്തോളം മുന്നോട്ട് ഇറങ്ങുന്നത് എനിക്ക് വ്യക്തിപരമായിട്ട് അഭിപ്രായമില്ല. തീർച്ചയായിട്ടും ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള കോഴ്സുകൾക്ക് ചേർന്നിട്ട് ഓൺലൈനായിട്ടോ ബുള്ളറ്റ് ടെസ്റ്റ് സീരീസിലൂടെയൊക്കെ തന്നെ അടുത്ത വർഷം ഗവൺമെൻറ് സീറ്റ് നോക്കുന്നതിനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാർത്ഥിക്ക് നമ്മുടെ ഒരു ഗവൺമെൻറ് MBBS സീറ്റിന് പറ്റിയൊരു സ്കോറില്ല, സെൽഫ് ഫിനാൻസിങ്ങിന് പോകാനുള്ള സാമ്പത്തികമായിട്ടുള്ളൊരു ശേഷിയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഈ കുട്ടി മെഡിക്കൽ മേഖലയിലെ തന്നെ അല്ലെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ട് മറ്റേതൊക്കെ കോഴ്സുകളെ പരിഗണിക്കണം? തീർച്ചയായിട്ടും ഒരു ആവറേജ് ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ധാരാളം സാധ്യതകൾ അവർക്ക് മുമ്പിലുണ്ട്. അവനവൻ്റെ ഫാമിലിയുടെ ഒരു പശ്ചാത്തലം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കണം. കാരണം വീടും പറമ്പും എല്ലാം വിറ്റിട്ട് നമ്മൾ സെൽഫ് ഫിനാൻസിങ്ങിൽ പോകണമെന്ന് ഒരിക്കലും നമുക്ക് പറയാനാവില്ല. ധാരാളം പ്രോഗ്രാമുകൾ നമുക്കിപ്പോൾ അറിയാം. BSc നേഴ്സിങ്ങിൻ്റെ സാധ്യതയെക്കുറിച്ച് ഈ വർഷമൊക്കെ ഏറ്റവും വലിയ ഡിമാൻഡുള്ളൊരു മേഖലയാണ് BSc നേഴ്സിങ്. അതായത് നമുക്ക് 4 വർഷത്തെ ഒരു കോഴ്സ് കഴിയുമ്പോൾ തന്നെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ടും അതിനനുസരിച്ച് ഇനി PG പ്രോഗ്രാമുകൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയല്ല, ജോബാണെങ്കിൽ അങ്ങനെയൊക്കെ പോകാൻ പറ്റുന്ന വളരെ നല്ലൊരു പ്രോഗ്രാമാണ് BSc നേഴ്സിങ്. ഓൾ ഇന്ത്യ തലത്തിൽ ജിപ്മറിൽ മിലിറ്ററി നേഴ്സിങ് ധാരാളം സാധ്യതകളാണ്. നീറ്റ് വെച്ചിട്ടും ഇനി എയിംസിൻ്റെ സ്വന്തമായിട്ടുള്ള പരീക്ഷ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ധാരാളം സാധ്യതയുള്ളൊരു മേഖലയാണ് BSc നേഴ്സിങ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഒരു ഡോക്ടർ എന്നുള്ളത് ഒത്തിരി ആഗ്രഹിച്ചൊരു വ്യക്തി ഡോക്ടർ എന്നുള്ള ആ മേഖല തന്നെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ BDS എടുക്കണം. ധൈര്യമായിട്ടും ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ ഒരു കോഴ്സ് എന്നോ ഒരു കോളേജ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഒരു വ്യക്തി എത്രത്തോളം
വ്യക്തിത്വമുള്ള ആളാണ്, എത്രത്തോളം നല്ലൊരു പ്രൊഫൈലുള്ള ആളാണ്, എത്രത്തോളം നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ ലെവലുള്ള ആളാണെന്നുള്ളതിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഡോക്ടർ എന്നുള്ള സമൂഹത്തിൽ തന്നെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും BDS കേരളത്തിലെ 6 കോളേജുകളിലുണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ ഏതാണ്ട് 70,000-ഓളം റാങ്കിനാണെങ്കിലും ഗവൺമെൻറ് BDS സീറ്റ് കിട്ടും. കേരളത്തിൽ ഏതൊരു മാർക്കാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് BDS സീറ്റ് കിട്ടും. തീർച്ചയായിട്ടും ഡോക്ടർ എന്നുള്ള കമ്മ്യൂണിറ്റിയിലാണ് കഴിയാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നല്ലൊരു മേഖല തന്നെയാണ് BDS, യാതൊരു സംശയവുമില്ല. ഇനി അത് രണ്ടും അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ വെറ്റിനറി, കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ട് കേരളത്തിൽ 2 കോളേജുകളിൽ വെറ്റിനറി സീറ്റുണ്ട്. ഏതാണ്ട് 4,000 കേരള മെഡിക്കൽ റാങ്ക് വരെയൊക്കെ ഇവിടെ വെറ്റിനറിക്ക് സീറ്റ് കിട്ടും. ഓൾ ഇന്ത്യ തലത്തിലുള്ള വെറ്റിനറിക്കും നീറ്റിൻ്റെ മാർക്ക് തന്നെയാണ്. ഏതാണ്ട് 75,000-80,000 ഓൾ ഇന്ത്യ റാങ്ക് വരെ ഓൾ ഇന്ത്യ വെറ്റിനറി പ്രവേശനം കിട്ടും. അതുപോലെ തന്നെ അഗ്രികൾച്ചറും കേരളത്തിലെ 4 കോളേജുകളിലും അഗ്രികൾച്ചർ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടാണ്. ഏതാണ്ട് 10,000 കേരള മെഡിക്കൽ റാങ്ക് ആണെങ്കിലും കേരളത്തിലെ 4 കോളേജുകളിൽ അഗ്രികൾച്ചറിന് പ്രവേശനം കിട്ടും. അതുപോലെ തന്നെ ആയുർവേദവും ഹോമിയോയും, ആയുർവേദത്തിൻ്റെ ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖല, ഹോമിയോയുടെ ഗവൺമെൻറ് മേഖല, ഫിഷറീസ് 2 കോളേജുകൾ, ഫോറസ്ട്രി 1 കോളേജ്, പിന്നെ സിദ്ധ, യുനാനി, കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ്, അതുപോലെയുള്ള പ്രോഗ്രാമുകൾ, അതൊക്കെ ഡിഗ്രി പ്രോഗ്രാമുകൾ തന്നെ. അപ്പോൾ ഇതിൽ ഏതിനെങ്കിലും ഒന്ന് അവനവൻ്റെ പാഷനുള്ളതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അധ്യയന വർഷം തന്നെ ഒരു പ്രോഗ്രാമിന് ചേരാനായിട്ട് പറ്റും. പിന്നെ ജിപ്പറിലെ മറ്റ് പണ്ടൊക്കെ പാരാമെഡിക്കൽ എന്നറിയപ്പെടുന്ന ഇപ്പോഴത്തെ അലൈഡ് കോഴ്സുകൾ എന്ന് പറയുന്ന പ്രോഗ്രാമുകൾ, ഫിസിയോതെറാപ്പിയും MLTയും ഒക്യുപ്പേഷണൽ തെറാപ്പിയും അങ്ങനെയുള്ള ധാരാളം പ്രോഗ്രാമുകൾ, അതും നീറ്റ് വെച്ചിട്ട് തന്നെ ജിമ്മറിൽ കിട്ടും. ഇനി കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. LBS വഴിയാണ്. അതിന് +2 മാർക്ക് മാത്രമാണ് BSc നേഴ്സിങ്ങിനും അലൈഡ് കോഴ്സുകൾക്കും, അതിനും അപ്ലൈ ചെയ്യാം. അപ്പം സാധ്യതകളില്ല എന്നുള്ളതല്ല, അവനവൻ്റെ സാധ്യത എന്തിലാണെന്നുള്ളത് തിരഞ്ഞെടുപ്പിലാണ് ഒരു നല്ലൊരു സമചിത്തത പാലിക്കേണ്ടത്. കാരണം ഇപ്പം കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം കഴിഞ്ഞിരിക്കുന്നു, CUET കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികൾക്കെല്ലാം വളരെ ഉയർന്ന പെർസെൻറ്റേജ് സ്കോറുകളാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഒരു ജൂൺ 20 വന്നു കഴിഞ്ഞാൽ എന്തുമാത്രം സാധ്യതകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ വളരെ കുറഞ്ഞ ഫീസ് നിരക്കിൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിക്കാനുള്ള അവസരമാണുള്ളത്. അപ്പോൾ ഇനി വരുന്ന കാലഘട്ടത്തിൽ ഏറ്റവും നല്ല വ്യക്തിയായിട്ട് മാറാനുള്ള അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള മേഖല ഏതാണെന്ന് കണ്ടുപിടിക്കുക, അതിൽ നന്നായിട്ട് വർക്ക് ചെയ്യുക. അപ്പം പ്രസിഡൻഷ്യൽ ബാച്ച് പഠിച്ചവരാണെങ്കിലും റിപ്പീറ്റ് ചെയ്തവരാണെങ്കിലും ലോങ് ടൈം ക്രാഷൊക്കെ പഠിച്ചവരാണെങ്കിലും പെർലിനോട് ചേർന്ന് നിന്നവർക്ക് ഒരു തരത്തിലും നീറ്റ് അത്രയും എഫേർട്ട് എടുത്തത് ഒരു തരത്തിലും നഷ്ടമാവില്ല. അത്രയധികം കോഴ്സുകളും കോളേജുകളും അവർക്കായിട്ട് കാത്തിരിപ്പുണ്ട്. ഒരു നല്ല വ്യക്തിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, നല്ലൊരു ഗ്രാജുവേറ്റ് ആകാൻ പറ്റുന്ന എല്ലാത്തരം മേഖലകളും അവർക്ക് മുമ്പിലുണ്ട്. സർ, അതുപോലെ തന്നെ നമ്മുടെ ഒരു സമൂഹത്തിനിടയിൽ, അല്ലെങ്കിൽ പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ഇപ്പോൾ ഒരു വലിയ ചോദ്യമുണ്ട്. അവർക്കതൊരു ആഗ്രഹമാണ്, ആരായിരിക്കണം റിപ്പീറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തൊക്കെ വ്യക്തിപരമായി പരിഗണിക്കണം? ഈ ഒരു ചോദ്യത്തിന് എത്രത്തോളം ഉത്തരം നൽകണം? തീർച്ചയായിട്ടും സാർ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമൂഹം എന്ത് പറയുന്നു എന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. കാരണം ഒരു വർഷം ഇതിനായിട്ട് മാറ്റി വെക്കണം, ഒരു വർഷം നീ കളയല്ലേ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമില്ല. അത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പുള്ള ചോദ്യത്തിന് ഉത്തരവായിട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാരണം 2025 നമ്മളിപ്പം ബോർഡ് എക്സാമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നു. നമുക്കൊരു നല്ലൊരു ഗ്രാജുവേഷന് ചേരാൻ സാധിച്ചില്ലെങ്കിൽ ധാരാളം സാധ്യതകൾ 2026 അവർക്ക് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ട്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം, ഒരു ഗവൺമെൻറ് MBBS സീറ്റ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു പക്ഷേ നമ്മളവിടെ എത്തിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമാവുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ തന്നെ നീറ്റിൻ്റെ എല്ലാ സാധ്യതകളും, CUETയുടെ എല്ലാ സാധ്യതകളും, കേരള എഞ്ചിനീയറിങ്, ഐസർ, നൈസർ, എയിംസ്, BSc നേഴ്സിംഗ്, CUET, അങ്ങനെ എല്ലാ സാധ്യതകളും പരിഗണിക്കാം. അങ്ങനെ പല പ്ലാനുകളുണ്ട് എന്ന് വിചാരിച്ച് ഒരാൾ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്താൽ എന്താണ് കുഴപ്പം? അയാൾക്ക് ഏറ്റവും നല്ലൊരു കരിയർ തന്നെയുള്ള ഒരു മേഖല കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വർഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നഷ്ടമല്ല. ഞാൻ പറയുന്നത് ഒരു സംശയത്തിനും ഇട നൽകേണ്ടതില്ല. നന്നായിട്ട് നമ്മൾ പറയുന്ന രീതിയിൽ നന്നായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലിരുന്ന് പഠിച്ച് നന്നായിട്ട് പരീക്ഷകൾ എഴുതി 2026 എല്ലാ സാധ്യതകളും നോക്കാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വർത്ത് തന്നെയാണ്. JEE ആണെങ്കിലും എഞ്ചിനീയറിംഗ് വിഭാഗമാണെങ്കിലും മെഡിക്കൽ വിഭാഗമാണെങ്കിലും അയാൾ ആഗ്രഹിക്കുന്ന നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ധാരാളം പ്രോഗ്രാമുകളുണ്ട്. അപ്പം ഇപ്പോൾ MBBS ആണ് താല്പര്യമെങ്കിൽ MBBSന് നമുക്ക് നന്നായിട്ട് അറിയാം, നല്ലൊരു ഓൾ ഇന്ത്യ റാങ്കിങ്ങിനകത്ത് ഒരു 25,000 റാങ്കിങ് വരണം. നമുക്കൊരു ഗവൺമെൻറ് മേഖലയിൽ കിട്ടണമെങ്കിൽ ഒരു 1,00,000 റാങ്കിനകത്ത് വന്നാൽ നമുക്ക് സ്വകാര്യ മേഖലയിൽ പ്രവേശനം കിട്ടും.
അപ്പം അതെത്രത്തോളം നമുക്ക് എഫേർട്ട് എടുക്കാൻ സാധിക്കുമെന്നുള്ളത് അവനവനറിയാം. കാരണം +2 നന്നായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു വർഷത്തെ എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ എത്താൻ പറ്റും. ധൈര്യമായിട്ട് ചെയ്യണം. കാരണം നമുക്ക് കാണിക്കാൻ ഇപ്പോൾ ബ്രില്യൻറ്റിലോട്ട് എന്തിനു വരണമെന്ന് ചോദിച്ചാൽ നമുക്ക് കാണിക്കാൻ നമ്മുടെ റിസൾട്ടുണ്ട്. കഴിഞ്ഞ ഇത്രയും വർഷത്തെ റിസൾട്ടുണ്ട്. നീറ്റ് വളരെ ടഫായിട്ട് 2025 നടന്നു. നമ്മൾ അഭിമാനത്തോടെ പറയുന്നു നീറ്റ് 2025 റിസൾട്ട് വരുമ്പം കഴിഞ്ഞ വർഷത്തേക്കാളും മികച്ച വിജയമായിരിക്കും. കഴിഞ്ഞ വർഷം നമുക്ക് 90% മുകളിൽ വിജയമാണെങ്കിൽ ഇത്തവണ 92-93% മുകളിൽ വിജയമായിരിക്കും ബ്രില്യൻറ്റിലെ കുട്ടികൾക്കുണ്ടാകുന്നത്. അപ്പം അവിടെ ഒരു ടഫാവോ സിമ്പിളാവോ അങ്ങനെയൊരു ആശങ്കയൊന്നും വേണ്ട. ധൈര്യമായിട്ട് നമ്മുടെ സിസ്റ്റത്തിനെ വിശ്വസിച്ച് ധൈര്യമായിട്ട് ചെയ്യാം. ഒരിക്കലും അതൊരു നഷ്ടമല്ല. നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ പടപൊരുതുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയല്ലേ. തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കണമെന്ന് അഭിപ്രായക്കാരാണ് ഞാൻ. കാരണം ഒരു 40-ാമത്തെ വയസ്സ്, ഒരു 45-ാമത്തെ വയസ്സിൽ ഞാൻ ഒരു വർഷം കൂടെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കൂടുതലൊരു പ്രയോജനം ഉണ്ടാകുമായിരുന്നു അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ആഗ്രഹമുണ്ടോ, വർക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ, ധൈര്യമായിട്ട് ചെയ്യണം. അതിനൊന്നും തടസ്സമല്ല. ഇപ്പോൾ ബ്രില്യൻറ്റിലാണെങ്കിൽ അവർക്ക് സാമ്പത്തികം പോലും തടസ്സമല്ല. അത്രയധികം സ്കോളർഷിപ്പുകളും സ്കീമുകളും നമുക്കുണ്ട്. അപ്പം ആഗ്രഹം എത്രത്തോളം ഉണ്ടെന്ന് തോന്നുക, വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ, തൻ്റെ ഇടമുണ്ടെങ്കിൽ, ചെയ്യുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ പറയുന്ന ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ പലരും ഇപ്പോൾ പറയുമായിരിക്കും നമുക്ക് ഫീസിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ടാക്സിന് വേണ്ടിയിട്ടല്ലേ, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. ഒരിക്കലുമല്ല. അവനവൻ്റെ എന്തായി മാറണമെന്നുള്ള കൃത്യമായിട്ടൊരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതിനായിട്ട് ചെയ്തു നോക്കുന്നതിൽ, ഇനി എത്ര വർഷം ചെയ്ത് നോക്കുന്നതിലും ഒരു മടിയും ഒരു കുറ്റവും ആരോടും പറയേണ്ട കാര്യമില്ല. അതിൻ്റെ കണക്കും ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവനവൻ മാത്രം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് നന്നായിട്ട് ചെയ്യുക. എത്രത്തോളം ആഗ്രഹമുണ്ടെന്ന് അവനവനൊന്ന് നോക്കുക എന്നുള്ളത് മാത്രം. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഗൂഗിളിലൊക്കെ ഏറ്റവും അധികം സെർച്ച് വരുന്നത്, അതായത് ഈ എൻട്രൻസ് മേഖലയുമായിട്ട് പറഞ്ഞിട്ട് ഏറ്റവും അധികം സെർച്ച് വരുന്നത് ബ്രില്യൻറ്റിനെ കുറിച്ചിട്ടാണ്. ബ്രില്യൻറ്റിൻ്റെ റിസൾട്ടുകൾ, ബ്രില്യൻറ്റിൻ്റെ ഏത് ക്യാമ്പസാണ് ഏറ്റവും നല്ലത്. ഞാൻ അതിലേക്ക് തന്നെയാണ് സാറേ വരുന്നത്. നമുക്ക് സ്ഥിരമായി വരുന്നൊരു കമൻറ്റാണ്, ഏത് ക്യാമ്പസിൽ ഞങ്ങൾ പഠിക്കണം, ഏതാണ് ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്യാമ്പസ്? സാറിന് എന്ത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും നമുക്ക് 8 ഓഫ്ലൈൻ ക്യാമ്പസുകളാണ് കേരളത്തിലുടനീളം ഉള്ളത്. എല്ലാ ക്യാമ്പസിലും ഒരേ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യണം. ഏതെങ്കിലും ഒരു ഡയറക്ടറുടെ നേതൃത്വമുള്ള നോട്ടത്തിൽ തന്നെ ആയിരിക്കണം. ഒരേ കണ്ടൻറ്റ് തന്നെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാ സെൻറ്ററിലെയും കുട്ടികൾ ഒരുമിച്ചാണ് പരീക്ഷ എഴുതുന്നത്. അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതെല്ലാം ഒരുമിച്ചാണ്. അതുകൊണ്ട് നമ്മളുടെ വീടിനടുത്തുള്ള സെൻറ്റർ ഏതാണോ അതാണ് ഏറ്റവും നല്ല സെൻറ്റർ തന്നെ. അതിനൊരു സംശയവും വേണ്ട. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ളവർ തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ട് പാലായിൽ വന്ന് പഠിക്കുന്നതുകൊണ്ടോ, കോഴിക്കോടുകാർ കോഴിക്കോടെയും തൃശ്ശൂരെയും ഒക്കെ ഒഴിവാക്കി എറണാകുളത്ത് വന്ന് പഠിക്കുന്നു, അങ്ങനെയൊന്നും ചെയ്യണമെന്നില്ല. തീർച്ചയായിട്ടും അവരുടെ അടുത്തുള്ള സെൻറ്റർ ഏതാണോ അതിനടുത്ത് തന്നെ പഠിക്കുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. കാരണം നീറ്റിന് നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നത്? വളരെ ഡെപ്തിലുള്ള ക്വസ്റ്റ്യനാണ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയിൽ വന്നത്. അപ്പോൾ എത്രത്തോളം എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന് ഇത്രത്തോളം ഡെപ്തിൽ പഠിക്കാനുള്ള സാഹചര്യം എവിടെയാണുള്ളത്? വീട്ടിൽ നിന്ന് പോയി വരുമ്പോഴാണോ ഉള്ളത്? അത് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാലാണോ ഉള്ളത്? അതാണ് അവനവൻ നോക്കേണ്ടത്. അല്ലാതെ നമ്മൾ വിളമ്പുന്നത് ഒരേ ഭക്ഷണവും ഒരേ ഇലയിലിട്ട് ഒരേ ഭക്ഷണവും ഒരേ വിഭവങ്ങൾ തന്നെയാണ് നമ്മൾ വിളമ്പുന്നത്. അതിൽ എത്രത്തോളം അതിനെ ആസ്വാദ്യകരമാക്കണം, അത് അറിഞ്ഞു കഴിക്കണമെന്നുള്ളത് ആണ് അവിടെ പ്രധാനപ്പെട്ട കാര്യം തന്നെ. കാരണം നന്നായിട്ട് പഠിക്കണം, അതിനൊരു സംശയവും വേണ്ട. ഇവിടെ മറ്റൊരു മാജിക്കും ഇല്ല. നമ്മളൊരു രീതിയിലും കുറേ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യുന്നില്ല. ഒരേ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും നമ്മൾ ഒരേ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അത് ക്ലാസ്സിൽ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടൻറ്റ് കിട്ടുന്നത് ക്ലാസ്സിൽ നിന്നാണ്. ചിലർക്കെങ്കിലും ഒരു മിഥ്യാധാരണയുണ്ട്, അവനവൻ നന്നായിട്ട് +1 +2 പഠിച്ചു, അപ്പോൾ ഇനി കുറേ പരീക്ഷകൾ ചെയ്താൽ മതി, അല്ലെങ്കിൽ കുറച്ച് ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ വഴി കേട്ടാൽ മതിയെന്ന്. അല്ല, മുഴുവൻ ചാപ്റ്ററുകളും ക്ലാസ്സുകളിൽ എത്രത്തോളം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുകയും അതിൽ അവനവൻ്റെ നോട്ട് തയ്യാറാക്കുന്നതിൽ, ഇപ്പോൾ ലെക്ചർ നോട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അപ്പോൾ എന്തിനാ നോട്ട് എഴുതുന്നതെന്ന് തോന്നും. പക്ഷേ നമ്മൾ ഏപ്രിൽ മെയ് സമയമാവട്ടെ, ഫുൾ മോഡലിൻ്റെ സമയമാവട്ടെ, ഏറ്റവും അധികം നമുക്ക് പ്രയോജനപ്പെടുന്നത് നമ്മൾ എഴുതിയ നോട്ടാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നതിന് എത്ര കുട്ടികളാണെങ്കിലും ക്ലാസ്സുകളിൽ അത്രത്തോളം ശ്രദ്ധിച്ചിരിക്കുകയും അത്രത്തോളം നോട്ടുകൾ അവനവൻ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പഠിച്ച കാര്യങ്ങൾ അന്നന്ന് തന്നെ മാക്സിമം പഠിച്ച് തീർക്കാൻ നോക്കുക. അല്ലെ ആ ആഴ്ച ശനി ഞായറും അവധിയുണ്ട്, ആ ആഴ്ചയിൽ പഠിച്ച് തീർക്കാൻ നോക്കുക. ഇപ്പോൾ തിങ്കളാഴ്ചത്തെ പരീക്ഷ ഏറ്റവും നല്ല ഫ്രഷായിട്ട് നന്നായിട്ട് എഴുതുക. അതിനകത്ത് എന്തുകൊണ്ട് അതിനകത്ത് മാർക്കിനും റാങ്കിനും ഒരു പ്രസക്തിയും ഇല്ല. ആ റാങ്കിനും മാർക്കിനും പുറകെ ഒരു കാരണവശാലും പോകരുത്. പക്ഷേ
അതിനകത്ത് തെറ്റിപ്പോകാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് ആൻസർ കിട്ടാത്തത് എന്തുകൊണ്ടാണ്, ഞാൻ എന്തുകൊണ്ട് ആ കണ്ടൻറ്റിനെ ആ രീതിയിൽ മനസ്സിലാക്കിയില്ല എന്നുള്ള അവനവനെക്കുറിച്ചുള്ളൊരു വിശകലനം കൃത്യമായിട്ട് ആ തിങ്കളാഴ്ച ഉണ്ടാവണം. നമ്മളൊരാഴ്ച പഠിപ്പിക്കുന്നു, ശനിയും ഞായറും അവധി കൊടുക്കുന്നു, തിങ്കളാഴ്ച പരീക്ഷ നടത്തുന്നു. തിങ്കളാഴ്ച പരീക്ഷ നടത്തുമ്പോൾ ആ റാങ്കോ മാർക്കോ ഒക്കെ എത്രയാവട്ടെ, പക്ഷേ നമുക്ക് 180 ചോദ്യത്തിൽ എത്രത്തോളം തെറ്റിപ്പോയി, എത്രത്തോളം ആൻസർ കിട്ടിയില്ല, സമയം എത്രത്തോളം വൈകി എന്നുള്ളതിന് കൃത്യമായിട്ട് അവനവനെക്കുറിച്ചുള്ളൊരു ഇവാലുവേഷൻ അന്ന് തന്നെ അവനവന് കിട്ടിയിരിക്കണം. അത് കറക്റ്റ് ചെയ്യാനായിരിക്കണം പിന്നീടുള്ള ദിവസങ്ങൾ ശ്രമിക്കേണ്ടത്. നമുക്ക് എല്ലാ ദിവസവും നീറ്റ് എക്സാമാണ്. ഏതൊക്കെ രീതിയിലും വരാം, സിമ്പിളായിട്ടോ ടഫായിട്ടോ പല രീതിയിൽ വരാം, എങ്ങനെ വേണമെങ്കിലും വന്നോട്ടെ. ഈ 180 ചോദ്യങ്ങൾക്കകത്ത് എൻ്റെ ലക്ഷ്യം കാത്തു സൂക്ഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ വർഷം 2025 ഇത്രത്തോളം ടഫായിട്ട് വന്നു. നമുക്ക് 500 മാർക്ക് മേടിക്കാൻ, അല്ല 550 മാർക്ക് മേടിക്കാൻ പറ്റിയ ചോദ്യങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. അത് തപ്പിയെടുക്കുകയും അതിനകത്ത് ആൻസർ മാർക്ക് ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു ബുദ്ധിപരമായ രീതി. നമ്മളെപ്പോഴും പറഞ്ഞാൽ ടഫ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ തൂങ്ങി നിൽക്കരുത്, അടുത്തൊരു എത്രയും പെട്ടെന്ന് പൊക്കോണം. അപ്പം അതുപോലെ തന്നെ നമുക്ക് ചില ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് റൗണ്ട് ചെയ്യേണ്ടത് നമുക്ക് അനുവാദം കിട്ടില്ല, സമയം കിട്ടില്ല. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് അതാണ്, സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് റൗണ്ട് തേർഡ് റൗണ്ടിലൊക്കെ തിരിച്ച് വന്നിട്ട് എഴുതാനുള്ള സമയം കിട്ടും. പക്ഷേ ഒരു ക്വസ്റ്റ്യൻ ടഫാണെങ്കിൽ ഒരു കാരണവശാലും നമുക്ക് രണ്ടാമത് തിരിച്ച് വന്നിട്ട് എഴുതാമെന്ന് വിചാരിക്കരുത്. മാക്സിമം നമ്മൾ ചെയ്തിട്ട് പോകണം. അപ്പോൾ ടഫാണെങ്കിലും അവിടെ നിൽക്കുകയും ചെയ്യരുത്. നമ്മൾ അതിനകത്തുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കാനായിട്ട് പോകണം. കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം ഇനി എല്ലാ ദിവസവും എനിക്ക് നീറ്റ് എക്സാം ആണ്, എല്ലാ പരീക്ഷകളും ഉണ്ട്, അപ്പോൾ അതിന് റാങ്ക് കുറഞ്ഞു പോയി, മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളതല്ല. അതിലെത്രത്തോളം നന്നായിട്ട് പഠിക്കാൻ പറ്റും, ക്ലാസ്സുകളിൽ എത്രത്തോളം പഠിക്കാൻ പറ്റും, ആ ക്ലാസ് കഴിയുന്ന അന്ന് തന്നെ ഒരു 5.5 മണിക്കൂർ 6 മണിക്കൂർ അതിനെക്കുറിച്ച് നന്നായിട്ട് വായിച്ച് പഠിക്കണം. NCERT നമ്മൾ പറയും ഒരു വർഷത്തിനോടിടയ്ക്ക് ഏറ്റവും കുറഞ്ഞ 25-30 പ്രാവശ്യം മൊത്തത്തിൽ വായിച്ച് തീർക്കണം. വായിച്ച് തീർക്കുമ്പം നമ്മൾ പണ്ട് പറയുമായിരുന്നു, കാരണം NCERTയുടെ ഓരോ ക്വസ്റ്റ്യനും ഓരോ ലൈനിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വരുമെന്ന്. അതൊക്കെ മാറി വളരെ ഡെപ്തിലുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. വളരെ ക്യുമുലേറ്റീവായിട്ട് പരസ്പരം കണക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പം എത്രത്തോളം ഡീപ്പായിട്ട് നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങാൻ പറ്റും, അത്രത്തോളം ഡീപ്പായിട്ട് ഇറങ്ങേണ്ട സമയമാണ്. അപ്പോൾ അത്രത്തോളം വർക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഇന്ന സെൻറ്ററെന്നോ ഇന്ന ഹോസ്റ്റലെന്നോ ഇന്ന കാലാവസ്ഥ എന്നോ ഒന്നുമില്ല. കാരണം നമുക്കവിടെ പരാതികളും പരിഭവങ്ങളൊന്നും പറയാനൊന്നും സമയമില്ല. ഇത് എൻട്രൻസ് കോച്ചിങ് ആണ്. കോച്ചിങ് എന്ന് പറഞ്ഞാൽ പരിശീലനമാണ്. അവിടെ നമുക്ക് ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനില്ല. നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളൊരു വർഷം മാറ്റി വെക്കുന്നു, നമ്മളുടെ എഫേർട്ടിൻ്റെ മാക്സിമം എടുക്കുന്നു. അതിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് നമുക്ക് മുമ്പിലുണ്ട്. നമുക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് കാണിച്ചു തരാനും പറഞ്ഞു തരാനും പറ്റുന്ന ധാരാളം മേഖലകൾ ഇന്നുണ്ട്. അതൊന്നല്ല, 1000 മേഖലകൾ ഇന്നുണ്ട്. അതിൽ എവിടെയാണോ അവനവൻ്റെ പാഷൻ, ആഗ്രഹം, അതിൽ അവനവൻ വിജയിച്ചിരിക്കുകയും ചെയ്യും. കാരണം ഇത്രത്തോളം ക്ലാസ്സുകളും പരീക്ഷകളും ട്രെയിനിങ്ങുകളും ഒക്കെ വരുമ്പം നിങ്ങളതിന് പ്രാപ്തരാവും. അത്രത്തോളം നിങ്ങളുടെ ഒരു മെൻറ്റാലിറ്റി ആവും, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതനുസരിച്ച് അവനവനൊന്ന് പാകപ്പെടാനുള്ളതായിരിക്കണം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിന് ഇന്ന സെൻറ്റർ ആയിരിക്കണം, ഇന്ന ഹോസ്റ്റലായിരിക്കണം, ഇന്ന റൂമായിരിക്കണം, ഇന്ന AC ആയിരിക്കണം, ഇന്ന കൂട്ടുകാർ മാത്രമേ എനിക്ക് ആകാവുള്ളൂ. ഒരു പരാതികളുടെയും പരിഭവങ്ങളുടെയും സ്ഥലമല്ല. അവനവൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് അവനവൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു യാത്രയാണ്. നമുക്ക് അടുത്ത ആഴ്ച നമ്മുടെ ക്യാമ്പസുകളെല്ലാം ഉണരാൻ പോവുകയാണ്. 2 മാസത്തെ വിശ്രമത്തിന് ശേഷം റിപ്പീറ്റേഴ്സ് 2026 ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ക്യാമ്പസിലോട്ടും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും, എൻ്റെ ബുള്ളറ്റ് ടീം അതിനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പം ആദ്യം മുതൽ തന്നെ കൃത്യമായിട്ട് പഠിക്കുകയും കൃത്യമായിട്ട് അത് പരിശീലിക്കുകയും, ആ പരിശീലനം വളരെ പ്രാധാന്യമാണ്, പരിശീലിക്കുകയും ചെയ്യുക. പരിശീലനം എന്ന് പറയുമ്പം ആ സമയത്തിനനുസരിച്ച്, ആ കാലാവസ്ഥയ്ക്കനുസരിച്ച്, ആ ടഫിനനുസരിച്ച്, ആ ടെൻഷൻ അനുസരിച്ച് എല്ലാത്തിനും അവനവൻ പാകപ്പെടാൻ നമ്മൾ പരിശീലിക്കണം. അല്ലാതെ എല്ലാത്തിലും എനിക്ക് ഉയർന്ന മാർക്ക് കിട്ടും, എല്ലാത്തിലും എനിക്ക് 1ാം റാങ്ക് കിട്ടുമെന്നുള്ള ആ പരിശീലനമല്ല. നമ്മളുടെ ചോദ്യത്തിനനുസരിച്ച് നാം സ്വയം ഒന്ന് പരിശീലിക്കണം. എല്ലാ കാലാവസ്ഥയും, എല്ലാ നമുക്ക് വരുന്ന എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഒതുക്കി നിർത്താൻ ഉള്ളൊരു പരിശീലനം, അതായിരിക്കണം പരിശീലനം. അങ്ങനെ ആകാനായിട്ട് എല്ലാ ക്യാമ്പസുകളും എല്ലാം ഒരുപോലെ തന്നെ സജ്ജമാണ്. തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാൻ, ആ ക്യാമ്പസിൻ്റെ ഫെസിലിറ്റികളെ ഉപയോഗിക്കാനും, ആ ഫാക്കൽറ്റീസിനെ നന്നായിട്ട് ഉപയോഗിക്കാനും, ആ
ബാക്കിയുള്ള ലൈബ്രറി റെഫറൻസ് ആ എല്ലാ ഫെസിലിറ്റീസിനും നന്നായിട്ട് ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് ഇന്ന സെൻറ്ററെന്നോ ഇന്ന സമയമെന്നോ ഹോസ്റ്റലെന്നോ ഒന്നും ഉള്ളത് ഒരു തടസ്സമാവില്ല. ഈ വാരം ശിവൻ സാറിനൊപ്പം വളരെ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നത് ഇനി അങ്ങോട്ടുള്ള ഏറ്റവും പ്രധാനമായ വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് കാത്തിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കീ വരാനിരിക്കുകയാണ്, നമ്മുടെ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഇനി അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടൊക്കെ നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ആണെങ്കിൽ അവർക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതൊന്നും യാതൊരു തെറ്റും കൂടാതെ വളരെ കൃത്യമായി നിങ്ങളെ ഏറ്റവും ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കാൻ ശിവൻ സാറ് തയ്യാറെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ അവർ ആപ്ലിക്കേഷനും അലോട്ട്മെൻറ്റും ഒക്കെ വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ സാധിച്ചത്. മറ്റൊരാളുടെയും സഹായമില്ലാതെ സ്വയം ചെയ്ത് അഡ്മിഷൻ നേടിയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി അങ്ങോട്ട് വരുന്ന മാസങ്ങളിലൊക്കെയുള്ള ഒരു എപ്പിസോഡും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. എല്ലാവരും വളരെ ഡീറ്റെയിൽ ആയിട്ട് ആദ്യം തൊട്ടും അവസാനം വരെയും കാണുക. അപ്പോൾ ഇത്രയും നേരവും ഞങ്ങളെ ലോകമെമ്പാടും ഇരുന്ന് കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.